കാസർഗോഡ് കുമ്പളയിൽ KSEB ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ 24 മണിക്കൂറായി വൈദ്യുതി ഇല്ലെന്നാരോപിച്ചാണ് KSEB ഓഫീസ് ഉപരോധിക്കുന്നത്. അർച്ചന രവീന്ദ്രനുണ്ട് സ്ഥലത്ത് നിന്നും തത്സമയം. അർച്ചന, എന്താണ് സംഭവം? കുറച്ചു നേരമായിട്ട് കറണ്ട് ഇല്ലേ അവിടെ? എന്താണ് കറണ്ട് വരാത്തതിന്റെ കാരണം? കറണ്ട് വരുമോ? അരുൺകുമാർ, കഴിഞ്ഞ 24 മണിക്കൂറായി ഇപ്പോൾ കറണ്ട് കുമ്പള പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു. അതായത് ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു. അതുകൊണ്ടാണോ ഇത്തരത്തിൽ കറണ്ട് പോയതെന്ന സംശയത്തിലാണ്. എന്തായാലും ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. KSEB ഓഫീസ് ആളുകൾ ഉപരോധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയൊരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇവർ പറയുന്നത് അനുസരിച്ച് KSEBക്കാർ ഏകദേശം 2 മണിക്കൂർക്കകം ഈ ഒരു വൈദ്യുതി പുനഃസ്ഥാപിക്കാം എന്നൊരു നിലപാട് എടുത്തതോടുകൂടി ഇവിടെ എല്ലാം പ്രതിഷേധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ്. എന്നാലും ഇവിടെയുള്ള നാട്ടുകാർ നമ്മളിവിടെ ചേരുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസം വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഏകദേശം 24 മണിക്കൂറല്ല 26 മണിക്കൂറായി കറണ്ട് പോയിട്ട്. ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന പോലെ പ്രകൃതി മഴ, അതല്ലെങ്കിൽ പിന്നെ കാറ്റ്, കൊടുങ്കാറ്റൊക്കെ മറ്റു ജില്ലകളിലൊക്കെ വരുന്നത് നമുക്കറിയാം. കോഴിക്കോട് വന്നിട്ടുണ്ട്, എറണാകുളം വന്നിട്ടുണ്ട്, ഇടുക്കിയിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരം മണിക്കൂറുകളോളം കറണ്ട്, 1 മണിക്കൂറോ 2 മണിക്കൂർ. ഇവിടെ അങ്ങനെയല്ല. ഇന്നലെ പോയ കറണ്ട് ഇന്ന് ഇതുവരെ ഞങ്ങൾ 5 മണിക്ക് വന്നിട്ട് എന്താണ് കറണ്ട് വരാ, എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുന്നത്, എന്തെങ്കിലും എവിടെയാണ് ഫോൾട്ട്, അല്ലെങ്കിൽ മരം വീണതാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ. 2-3 സബ്സ്റ്റേഷനുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഒരു മറുപടി തന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടു, ഈനെ ബന്ധപ്പെട്ട് ഒരാൾക്കും കൃത്യമായ ഒരു മറുപടി ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കാസർഗോഡ് ASP അവരുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം വന്നു, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ അവരൊക്കെ വന്നതിന് ശേഷമാണ് ഈ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചത്. ഇവിടെ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ വർഷങ്ങളായി പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. എന്നല്ല, ഈ സബ്സ്റ്റേഷൻ വിഭജിച്ചുകൊണ്ട് രണ്ടാക്കും. ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരില്ല. അതൊക്കെ പിന്നീട് നടക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കറണ്ട് വരുമോ ഇല്ലയോ? നമ്മൾ KSEB ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ചോദിച്ചപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരുപാട് രോഗികളുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം 2 മണിക്കൂർക്കകം കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാം എന്ന കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധം ഒരു താൽക്കാലികമായി ഒരു അവസാനിപ്പിച്ച ഒരു സാഹചര്യം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പരിശോധിക്കാം കറണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. താങ്ക് യു.